ശ്രീ ഗോപികൃഷ്ണൻ, ഞാൻ കരുതുന്നത് ഇതിന് മൾട്ടിപ്പിൾ ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ലക്ഷ്യം രാഷ്ട്രീയം തന്നെയാണ്, രാഷ്ട്രീയ അജണ്ട തന്നെയാണ്. രണ്ടാമത്തെ ലക്ഷ്യം അല്ലെങ്കിൽ ഒരു പ്ലാൻ ബി ആണ് ഗോപികൃഷ്ണൻ ആദ്യം ചോദിച്ച ആ കാര്യം. പുതുതായിട്ട് ഒരാൾ അധികാരത്തിൽ വരികയാണെങ്കിൽ താക്കോൽ സ്ഥാനത്തേക്ക് ഞങ്ങളുടെ ആൾക്കാർ പരിഗണിക്കപ്പെടുമോ, അവരെടുക്കുന്ന സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ ഞങ്ങളുടെ സമുദായത്തിന് കൂടി യോജിക്കുന്ന തരത്തിലുള്ളതാകുമോ എന്നുള്ള ചിന്ത. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം അവസാനമായിട്ട് പങ്കെടുത്ത SNDPയുടെ വാർഷിക യോഗം 1927 പള്ളാത്തുരുത്തിൽ നടന്നതാണ്, അവരുടെ 24ാമത് വാർഷിക യോഗം. അപ്പോൾ അന്ന് അദ്ദേഹം നടത്തിയിരുന്ന ഒരു ആഹ്വാനമുണ്ട്. സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെ എല്ലാം ഒന്നായി ചേർക്കുന്നത് ഈ സംഘടനയ്ക്ക് ഏറ്റവും ഉത്തമ രീതിയായിരിക്കും എന്ന് നമുക്ക് തോന്നുന്നു എന്നാണ് അദ്ദേഹം ഒന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ 99 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും അങ്ങനെയുള്ള ഒരു ഏകോപനം ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്ത ഇന്നത്തെ SNDP ഭാരവാഹികൾക്ക് ഉണ്ടാകുന്നത് നല്ല കാര്യം തന്നെയാണ്, വളരെ പോസിറ്റീവാണ്. ഇനി അതിനെ ഒരു വിശാലമായിട്ടുള്ള ഒരു മുന്നണി പോലെയാക്കി അതിലേക്ക് നസ്രാണികളെ കൊണ്ടുവരുന്നതും ഒക്കെ നല്ല കാര്യമാണ്. അത് എല്ലാവരും ഒന്നിച്ചു പോകട്ടെ, എല്ലാ ആൾക്കാരും ഒന്നിച്ചു വരട്ടെ, അതിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ വരട്ടെ. പക്ഷെ ഇപ്പോഴത്തെ ഈ നീക്കത്തിന് പല മാനങ്ങളുണ്ട് എന്ന് ഞാൻ പറയുന്നതിന് കാരണം പ്രാഥമികമായിട്ട് അതിൽ നിന്ന് വെളിവാകുന്ന കുറേയധികം നീക്കങ്ങളുണ്ട്. ഒന്ന്, പ്രിഡോമിനന്റ്ലി ഇത് VD സതീശനെതിരായിട്ടുള്ള നീക്കമാണ്. രണ്ട്, ഇത് CPM അനുകൂലമായിട്ടുള്ള നീക്കമാണ്. മൂന്ന്, ഇത് കോൺഗ്രസിനും BJPക്കും ഒരുപോലെ എതിരായിട്ടുള്ള നീക്കമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള നീക്കമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇടതുപക്ഷം തന്നെ വീണ്ടും അധികാരത്തിൽ വരണം, ഒരു അധികാര തുടർച്ച ഉണ്ടാകണമെന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ മാത്രം ലക്ഷ്യമാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സതീശനെ അപ്രസക്തനാക്കുക, ലീഗിനെ പ്രതിരോധത്തിലാക്കുക തുടങ്ങിയ പ്ലാൻ ബി. അപ്പൊ അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ വാക്കുകളിൽ സതീശൻ തകരയായി മാറുന്നതും കെട്ടിയിടാതെ അഴിച്ചുവിടപ്പെട്ടയാളായി മാറുന്നതും ഒക്കെ അങ്ങനെയാണ്. അത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ വരുമ്പോൾ മറ്റു കോൺഗ്രസ് നേതാക്കൾ അടക്കം പ്രതികരിക്കാതിരിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം